കരിമ്പിന്റെ ഹൃദയഭൂമിയായ ബാരാമതിയിൽ തുടങ്ങി ഒടുവിൽ ബാരാമതിയിൽ തന്നെ വിമാനാപകടത്തിൽ അസ്തമിച്ച അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതം ഒട്ടും മധുരിക്കുന്നതായിരുന്നില്ല. ശരത് പവാർ എന്ന അതികായന്റെ നിഴലിൽ നിന്നും മാറി ആ രാഷ്ട്രീയ ഗുരുവിനെ പോലും നിഷ്പ്രഭനാക്കി തുടങ്ങിയ ജൈത്രയാത്രയിൽ കയറ്റിറക്കങ്ങളും നാടകീയ സംഭവ വികാസങ്ങളും ഒന്നിനു പുറകെ ഒന്നായെത്തി. കുടുംബവും രാഷ്ട്രീയവും അത്രത്തോളം ആഴത്തിൽ ഇഴചേർന്നതിന്റെ നേരുദാഹരണമാണ് ഒരു തിരഞ്ഞെടുപ്പിൽ പോലും തോൽവി അറിയാത്ത അജയ്യമായ ആ 3 പതിറ്റാണ്ട്. മഹാരാഷ്ട്രീയ ഭൂമികയിൽ പവാർ കുടുംബവാഴ്ചയുടെ ഗതിവിഗതികൾ മാറ്റിമറിച്ച നയതന്ത്രജ്ഞനായിരുന്നു അജിത് പവാർ. അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും വിട്ടുമാറിയിട്ടില്ലാത്ത ഈ നിമിഷങ്ങളിൽ അജിത് പവാറിന്റെ കുടുംബ രാഷ്ട്രീയ അധികാര ജീവിതത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇന്ന് സ്പോട്ട്ലൈറ്റ്. ബാരാമതി മേഖലയിലെ സ്വാധീനമാണ് പവാർ കുടുംബ പാരമ്പര്യത്തിന്റെ അടിവേര്. സഹകരണ സ്ഥാപനങ്ങളുടെയും കർഷക കൂട്ടായ്മകളുടെയും മേധാവിത്വത്തിലൂടെയാണ് തായ്വേരുകൾ വളർന്നത്. ഗ്രാമീണ രാഷ്ട്രീയം, മഹാരാഷ്ട്രയിലെ സഹകരണ പ്രസ്ഥാനം, ഡൽഹിയിലും മുംബൈയിലും മാറി മാറി അധികാര വടംവലികൾ എന്നിവയുമായി പവാർ കുടുംബത്തിന് അടുത്ത ബന്ധമാണുള്ളത്. പശ്ചിമ മഹാരാഷ്ട്രയിൽ ഉടനീളം സഹകരണ ബാങ്കുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പഞ്ചസാര ഫാക്ടറികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണം, അങ്ങനെ സമൂഹത്തിലെ പതിറ്റാണ്ടുകളായി പവാർ കുടുംബം മഹാരാഷ്ട്രീയത്തെ ഉള്ളംകൈയിൽ കൊണ്ടുനടന്നു. ഡൽഹിയിലും മുംബൈയിലും മാറി വരുന്ന അധികാര ഇടനാഴികളിൽ സ്വാധീനം ഉണ്ടാക്കുക എന്നത് കുടുംബ മഹിമയാണെന്ന് അവർ കണക്കാക്കി. സഖ്യങ്ങൾ മാറുന്നതും കുടുംബങ്ങൾ തകരുന്നതും അതിജീവനത്തിനായി വീണ്ടും അധികാര വഴി തേടുന്നതുമെല്ലാം പലകുറി ആവർത്തിച്ചു. ഇന്ത്യയുടെ മാറുന്ന രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനം കൂടിയായിരുന്നു അജിത് പവാറിന്റെ ജീവിതം. ശരത് പവാറുമായി ഇഴചേർന്ന ബന്ധമാണ് രാഷ്ട്രീയ യാത്രയിൽ അജിത് പവാറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. മുൻ കേന്ദ്രമന്ത്രിയും NCPയുടെ സ്ഥാപകനുമായ ശരത് പവാറിന്റെ സഹോദര പുത്രൻ എന്ന മേൽവിലാസത്തിലായിരുന്നു അജിത് പവാറിന്റെ രാഷ്ട്രീയ മൂലധനം. 1982 ഒരു പഞ്ചസാര സഹകരണ ഫാക്ടറിയുടെ ബോർഡ് അംഗമായാണ് അജിത് പവാർ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1991 മുതൽ സ്വന്തം തട്ടകമായ ബാരാമതി നിയമസഭാ മണ്ഡലത്തെ അദ്ദേഹം പ്രതിനിധീകരിച്ചു. 40-ാം വയസ്സിലാണ് വിലാസ് റാവു ദേശ്മുഖ് മന്ത്രിസഭയിൽ പ്രായം കുറഞ്ഞ മന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഭാഷയിലെയും പ്രവർത്തനത്തിലെയും ചടുലത അജിത് പവാറിനെ ജനപ്രിയനാക്കി. ഒരു ദശാബ്ദക്കാലം നീണ്ട ഭരണത്തിലൂടെ അജിത്തിന് ലഭിച്ച സ്വാധീനം പക്ഷേ ശരത് പവാറിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. ഇടക്കാലത്ത് കുടുംബ കലഹങ്ങൾക്കും അത് വഴിവെച്ചു. ഇരുവരും തമ്മിലിടഞ്ഞു തുടങ്ങി. ഇതിനിടയിൽ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെയുടെ രാഷ്ട്രീയ പ്രവേശം പവാർ കുടുംബത്തെ രാഷ്ട്രീയമായി കലുഷിതമാക്കി. കുടുംബത്തിൽ ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെട്ടതോടെ സംഘർഷം കടുത്തു. ആരായിരിക്കും ശരത് പവാറിന്റെ രാഷ്ട്രീയ പിന്തുടർച്ച അവകാശി എന്ന ചോദ്യം ഉയർന്നു തുടങ്ങിയ ഘട്ടത്തിലാണ് ഊഴം കാത്തിരുന്ന അജിത് പവാറിന് നിരാശ പകർന്നുകൊണ്ട് സുപ്രിയ സുലെയുടെ കടന്നുവരവ്. 2019 നവംബർ മാസത്തിൽ BJPയുമായി ചേർന്ന് സർക്കാർ രൂപീകരിച്ചതായിരുന്നു കുടുംബ രാഷ്ട്രീയത്തിലെ ആദ്യത്തെ വലിയ പൊട്ടിത്തെറി. വെറും 80 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ആ സർക്കാർ NCP കുടുംബത്തിലെ ആദ്യത്തെ പരസ്യമായ വിള്ളലായി. വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്കും അത് വഴിമരുന്നിട്ടു. 2023 ജൂലൈയിൽ ആ വിള്ളൽ പൂർണ്ണമായി. MLA-മാരുടെ വലിയൊരു വിഭാഗത്തെ ഒപ്പം കൂട്ടി അജിത് പവാർ വീണ്ടും BJP സഖ്യത്തിനോടൊപ്പം ചേർന്ന് ഉപമുഖ്യമന്ത്രിയായി അധികാരമേറ്റു. ഇതോടെ NCP രണ്ടായി നെടുകെ പിളർന്നു. മാസങ്ങൾക്കു ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാർ വിഭാഗത്തിന് പാർട്ടിയുടെ പേരും ക്ലോക്ക് ചിഹ്നവും അനുവദിച്ചത് വലിയ വിവാദമായി. ബന്ധവിച്ഛേദനം പാർട്ടിയുടെ സംഘടനാ ശരീരത്തെ മാത്രമല്ല ബാധിച്ചത്. പാർട്ടി നാളിന്നോളം സ്വരുക്കൂട്ടിയ സ്വത്തുക്കളുടെ വിഭജന തർക്കത്തിലേക്കും അത് വളർന്നു. വിനീത വിധേയനായ ശിഷ്യനിൽ നിന്ന് ശരത് പവാറിന്റെ പ്രധാന ശത്രുവായുള്ള യാത്ര കൂടിയായിരുന്നു അത്. വിമാനാപകടങ്ങൾ തുടർച്ചയാകുന്നതിലും ദുരൂഹതാ സിദ്ധാന്തങ്ങൾ ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. രാജസ്ഥാൻ കോൺഗ്രസ് പ്രസിഡന്റ് ഗോവിന്ദ് സിംഗ് ദോത്താശ്രയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും അപകടത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിജയ് രൂപാണി, ബിപിൻ റാവത്ത് എന്നിവരൊക്കെ സമാനമായ സാഹചര്യത്തിൽ മരണപ്പെട്ടത് ഈ അടുത്ത കാലത്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ അപകടങ്ങളുടെയൊന്നും അന്വേഷണ റിപ്പോർട്ട് പരസ്യമാക്കാത്തത് സംശയകരമാണെന്നാണ് ഗോവിന്ദ് സിംഗ് ദോത്താശ്ര പറയുന്നത്. 3 സംഭവങ്ങളിലും പുനരന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുൻ സംഭവങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത്, ലോക്സഭാ സ്പീക്കർ GMC ബാലയോഗി, ആന്ധ്ര മുഖ്യമന്ത്രി YS രാജശേഖര റെഡ്ഡി, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ദോർജി ഖണ്ഡു, പ്രതിരോധ സഹമന്ത്രി NVN സോമു, ഹരിയാന മന്ത്രിയും വ്യവസായിയുമായിരുന്ന
OP ജിൻഡൽ, മന്ത്രി സുരേന്ദ്ര സിംഗ്, അരുണാചൽ മന്ത്രി ദേര നാപ്പുങ്, മേഘാലയ മന്ത്രിയായിരുന്ന സിപ്രിയൻ സാങ്മ തുടങ്ങി എത്രയോ മുഖ്യധാരാ നേതാക്കളെയാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആകാശ അപകടങ്ങളിൽ നമുക്ക് നഷ്ടമായത്. ആകാശ ദുരന്തങ്ങളിൽ ശരിയായ അന്വേഷണങ്ങൾ നടക്കുന്നില്ല. പ്രൈവറ്റ് എയർക്രാഫ്റ്റുകളുടെ പ്രവർത്തനത്തിൽ സിവിൽ ഏവിയേഷന് വേണ്ടത്ര ശ്രദ്ധയില്ല എന്ന് തുടങ്ങിയ പരാതികളൊക്കെയും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അജിത് പവാറിന് സ്പോട്ട്ലൈറ്റിന്റെ ശ്രദ്ധാഞ്ജലി. വീണ്ടും മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.